ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച എന്നുള്ള ഇന്നത്തെ ദിവസം പെട്ടെന്ന് കടന്നു പോയ പോലെ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു 2 മണിക്ക് കിടന്നുറങ്ങിയിട്ട് 6 മണിയാകുമ്പോൾ എന്നെ ഡാഡി വിളിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പകുതി എനിക്ക് തോന്നുന്നു ഉറങ്ങി അവസാനിച്ചു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നേരം വെളുത്തതും വൈകുന്നേരം ഇതും പെട്ടെന്നായ പോലെ തോന്നിയിട്ടോ. അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റ് ഇന്ന് നേരത്തോടെ എണീറ്റു കേട്ടോ. കാരണം ഡിവൈനും ചാക്കോച്ചനെയും കൊണ്ട് ഡോണും ഡിവൈനും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തോമോ എണീക്കുമ്പോൾ ഞാനുണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തോടെ എണീറ്റു. ഞാൻ എണീറ്റ് വരുമ്പോൾ ഡാഡി ഓൾറെഡി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഡാഡി ഇടയ്ക്കൊന്നും എടുത്ത് എല്ലാതും ഒന്ന് പൊടി തട്ടി വെക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ എന്തോ ഇൻവെർട്ടറിൻ്റെ നന്നാക്കേണ്ട സംഭവം, അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി കാർഡും ഒക്കെ എടുത്ത് തപ്പായിരുന്നു. ഇവിടെ ഇൻവെർട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞ് സോളാറിൻ്റെ തന്നെ കറണ്ട് പോയാൽ പിന്നാലെ ഇൻവെർട്ടറും ഓഫായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയാക്കാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇന്ന് വന്നു കേട്ടോ, ആടെ അവസാനം വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കായിരുന്നു കേട്ടോ ഡാഡി. അപ്പോൾ ഞങ്ങളിവിടെ മേശപ്പുറത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അവർ ഡോണും ഡിവൈനും കിച്ചണിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും പൂരിയും പരിപ്പ് കറി അറിയാലോ, തലേ ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈൻ. അപ്പോൾ നമ്മുടെ പൂരി ഉണ്ടാക്കി ഫുള്ളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചപ്പാത്തി കീറിയ പൂരിയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കാപ്പിയും 8:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് എല്ലാതും റെഡിയായി. അപ്പോൾ ഇപ്പോൾ ബ്രൂ മാറ്റി ഞങ്ങൾ സൺറൈസ് ആക്കി. കാരണം ബ്രൂ 6 പാക്കറ്റൊക്കെ ഇട്ടാലാണ് ഒരു 2 ഗ്ലാസ് കടുപ്പത്തിൽ കിട്ടുക. അപ്പോൾ അത് മാറ്റി ഞങ്ങൾ സൺറൈസ് ആക്കി ഇട്ടാം. അപ്പോൾ അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പയും അമ്മയും മോനും കൂടിയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ചെക്കപ്പ് ഉണ്ടായിരുന്നു. അന്ന് പോയതിന് ശേഷം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണതാട്ടോ. അപ്പോൾ നമ്മളുടെ കുറച്ച് പേർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, നമ്മുടെ മോന് മിറ്റൻസും ഷൂസും ഇടണത് എപ്പോഴും എന്തിനാ അങ്ങനെ ഇടിയിക്കണേന്നുള്ളത്. അത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഡിവൈനോട് അത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അത് കുറച്ച് നാളും കൂടി കണ്ടിന്യൂ ചെയ്യാനാണ് പറയണത്. അങ്ങനെ ആയതുകൊണ്ട് അവന് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം അവന് ഭയങ്കര ചൂടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഫുൾ ടൈം AC അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ കിടക്കണം. അപ്പോൾ ഈ കയ്യിൻ്റെയും കാലിൻ്റെയും അടിയിൽ കൂടെ തണവ് കയറിയിട്ട് അവന് കുറുങ്ങൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മുടെ ഡിവൈനും ഡോണും കൂടി പോയിട്ട് 2 ബനിയൻ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം അന്ന് ഇട്ടു, ഒരെണ്ണത്തിന് ഫിറ്റായിരുന്നു. അപ്പോൾ അത് ഡാഡി പോയിട്ട് ഇന്നലെ മാറ്റി കൊണ്ടുവന്നപ്പോൾ മൂപ്പര് ഒരെണ്ണത്തിന് പകരം 2 എണ്ണം എടുത്തിട്ട് വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് വ്യത്യാസം അതല്ല, ഫസ്റ്റ് ടൈമാണ് ഡാഡി ഒറ്റയ്ക്ക് പോയിട്ട് ഡാഡിക്കുള്ള ബനിയൻ എടുക്കുന്നത്. ബനിയൻ നല്ല ഡ്രസ്സ് എടുക്കുന്നത് ഒന്നും തന്നെ പോയിട്ട് എടുക്കാറില്ല, ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടൊക്കെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ എനിക്ക് പുറത്ത് പോയിട്ട് വേഗം വരിക, പണ്ടത്തെ ആരോഗ്യവും ഉഷാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അപ്പാപ്പൻ കുട്ടി കരഞ്ഞപ്പോൾ അപ്പാപ്പൻ എടുത്തു കൊണ്ടുവന്നു. അപ്പാപ്പൻ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം എടുത്ത് കോണി ഇറങ്ങി വന്ന് കുറച്ച് നേരം ഡിബിളുടെ റൂമിൽ കിടന്നു സുഖമായിട്ട് അവൻ ഉറങ്ങി, പാലൊക്കെ കുടിച്ചിട്ട് അത് കഴിഞ്ഞ് എണീറ്റ് വന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും ഡാഡിയും ഭക്ഷണം കഴിച്ചിട്ടോ. പൂരിയും പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്ന പരിപ്പ് കറിയും 2 പീസ് പൂരിയും കൂടിയിട്ട് ഞാൻ അവിടെ വെച്ചു. കാരണം നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടായിരുന്നു. കാപ്പി ബാക്കി വരാൻ കാരണം എന്താ വെച്ചാൽ കട്ടനിട്ടത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തോടെ ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ അത് ഞാൻ വീണ്ടും ഈ കോഫി കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവിടെ എടുത്തു വെച്ചു. ഞാൻ പറയാറില്ലേ, ഞാൻ ഒറ്റയടിക്ക് എല്ലാം കഴിക്കാറില്ല എന്ന്. അങ്ങനെ അത് മാറ്റി വെച്ചത് 9:30 ആകുമ്പോഴേക്കും അടുക്കള ക്ലീനായിട്ടോ. വേറെ ഒരു പണികളും ഇല്ല. ഇനി എനിക്ക് ചോറ് വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ വേണ്ട എന്നായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ചോറ് വെച്ചു. കാരണം എപ്പോഴും ചോറ് ഒരാൾക്കുള്ള ചോറ് എപ്പോഴും ബാക്കി വരണം എന്നാണ് പറയുക. അപ്പോൾ ഞാൻ എപ്പോഴും ചോറ് ഉണ്ടെങ്കിൽ പോലും കുറച്ച് വയ്ക്കും. നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ എടുക്കാമല്ലോ. പ്രത്യേകിച്ച് തിളപ്പിച്ച് ഊറ്റിയിട്ട് കഴിക്കേണ്ടത് ഷുഗറിന് നല്ലതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പിറ്റേ ദിവസം ഞാനും ഡാഡിയും കഴിക്കുന്നത് തിളപ്പിച്ച് ഊറ്റിയ ചോറാവാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയോട് കൂടിയിട്ട് സാധനങ്ങൾ പ്ലേറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്ത് വിടലാണ് നമ്മളുടെ മെയിൻ പണി. നിങ്ങൾക്കറിയാലോ, ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പാണ് എൻ്റെ പണികൾ മുഴുവൻ. ഇങ്ങനെ അതും ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മുഴുവൻ കുട്ടി വളകളാണ് കേട്ടോ. കുഞ്ഞു വളകൾ കണ്ടമാനം പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെച്ചാൽ സൈസ് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മെനക്കെട്ട പണിയാണ്. അപ്പം ഞാൻ കുട്ടികളുടെ സെക്ഷൻ ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയാറ്. പക്ഷേ ഇപ്പോൾ കുറേ പേരിങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളുടെ വീട്ടിൽ 3 കുട്ടികളുണ്ടായപ്പോൾ എനിക്കും തോന്നി, അയ്യോ അവരെല്ലാവരും ആവശ്യത്തിനല്ലേ ചോദിക്കണേ,
അപ്പോൾ നമ്മൾ കാരണം കുട്ടികളെയും കൊണ്ട് ധൈര്യമായിട്ട് പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ആഭരണങ്ങൾ ഇടിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഉപയോഗിക്കുന്ന പാറ്റേണാണിത്. ഇതൊരു 3-4 ആളെൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. ഞാൻ അത്രയും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് പേര് കൂടുതൽ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പല വലിപ്പത്തിലുണ്ട്. ഇത് ഒരേ വലിപ്പമുണ്ട്, ഡംബൽസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചിരുന്നു ഇങ്ങനത്തെ തളയുണ്ടോയെന്ന്, വീതിയുള്ളത്, അതായത് തകിട് പോലെയുള്ളത്. കറക്റ്റ് ഗോൾഡിൻ്റെ പണിയാണ് അതിന്. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 ടൈപ്പ് തളയാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഈ തകിട് പോലെയുള്ളത്, ഒന്ന് നമ്മുടെ തുമ്പത്ത് 2 ഉണ്ടയുള്ളത്, ഒന്ന് ഇത് തന്നെ കമ്പി അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്. അങ്ങനെ 3 ടൈപ്പ് തളയാണ് നമ്മുടെ. പിന്നെ ഒരെണ്ണം മണികളുള്ളത്, 3 മണിയുള്ള തള. അങ്ങനെ 4 ടൈപ്പ് തളയാണ് നമ്മളുടെ കയ്യിലുള്ളത് കേട്ടോ. ഇത് 2ാമത്തെ ഒരു തരം, മണിയുള്ളത് 3ാമത്തെ, പിന്നെ വള പോലെയുള്ളത് 4ാമത്തെ. അങ്ങനെ ഇതിപ്പോൾ ഒരു കല്യാണ പാർട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. സ്പെഷ്യൽ പാലക്കയുടെ വള, അതങ്ങനെ പറയാം, സ്പെഷ്യൽ പാലക്ക എന്ന് പറയാം. അത് അതിൻ്റെ പണിക്ക് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ സാധാരണയിൽ വിട്ട് ഒരു ഇച്ചിരി വിലയും കൂടും, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കണ്ടോ, റൂബിയും ഗ്രീൻ പാലക്കയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു വളയാണ്. അപ്പോൾ ഈ ഹിന്ദുസ് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ അധിക ഭാഗം നമ്മളുടെ കയ്യിൽ നിന്ന് കണ്ടമാനം ആൾക്കാർ ഈ പാലക്കയുടെ വളയും മാലയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് തോമോന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിക്കും വേണോ എന്ന്. അവസാനം അവൻ നഗറ്റ്സ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ നഗറ്റ്സ് വറുത്ത് അതിൽ സോസ് ഇട്ട് കൊടുത്ത് മൂപ്പര് തന്നെ ഇരുന്ന് തിന്നോളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇരുന്ന് തിന്ന് കഴിഞ്ഞ് എണീക്കാൻ പറഞ്ഞപ്പോൾ കോമാളിത്തരം കാണിക്കുക. ആ സോസൊക്കെ അവിടെയൊക്കെ വാരി തേച്ച് മുഖത്തൊക്കെ തേച്ച് കോമാളിത്തരം കാണിക്കുക. അമ്മാമ്മേനിട്ടിട്ട് കളിപ്പിക്കണതാണ് കേട്ടോ. അപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ 2 വീലറിൽ പോകാൻ നോക്കിയപ്പോൾ അവന് പോകണ്ട, അവന് ഭയങ്കര പേടിയാണ്, പാച്ചുവിൻ്റെ പോലെ അല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ തിരിച്ചു വന്നു. ചാക്കോച്ചൻ പൂർവാധികം ശക്തിയായിട്ട് ഒച്ചിൻ്റെ റൂമിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് ചിരിച്ച് മറുപടി പറയണ പോലെ എന്തൊക്കെയോ ഇരുന്ന് പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും ഇവർ വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞ് ചായയുടെ സമയമായി. നല്ല ഉറങ്ങി, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഉറങ്ങിയെന്ന്. അപ്പോൾ ഡിവൈൻ ഹോസ്പിറ്റലിൽ നിന്ന് ദയേന്ന് വന്നപ്പോൾ നല്ല അട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അവിലൊക്കെ വിളയിച്ചിട്ടുള്ള അട. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചക്കടയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യം അവിടെ നിന്ന് ഈ അടയെ കൊണ്ടുവന്നേ. അപ്പോൾ ഞങ്ങൾ 3 പേരും, ഞാനും ഡാഡിയും ഡോണും, ഡിംപിളും, ഡിവൈനും, ഞങ്ങൾ 3 പേരാണ് അത് കഴിച്ചത് കേട്ടോ. ഡോൺ രാത്രിയല്ലേ വരിക. അപ്പോൾ ഡോൺ വരുന്നതിന് മുമ്പ് ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പാപ്പനും മോനും മക്കളും കൂടിയിട്ട് അവിടെ ഇരുന്ന് TV കാണായിരുന്നു. TV കാണാനല്ല, തോമൂന് പാട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യായിരുന്നു. നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ ഈ സമയം ഇങ്ങനെയാണ്. അപ്പോൾ പാച്ചുണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതല്ലെങ്കിൽ ഇവർ 2 പേരും ഉണ്ട്, ചെറിയ ചവിട്ടി കളിക്കുകയാണ് അപ്പാപ്പനെ. അപ്പോൾ അവനും അതേ നന്നായി എൻജോയ് ചെയ്തു തുടങ്ങി. അവന് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ശരിക്കും ചിരിച്ചു തുടങ്ങി, കളിച്ചു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അപ്പാപ്പൻ്റെ ഫുൾ ടൈം അപ്പാപ്പൻ്റെ കയ്യിലാണ്. ഈ പ്രായമാണ് അപ്പാപ്പന് ഏറ്റവും ഇഷ്ടം ഉണ്ണിയോളം എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ പ്രായം കുട്ടികളുടെ അപ്പാപ്പനാണ് തോമുനെ ഈ പ്രായത്തിൽ മുഴുവൻ കൊണ്ടു നടന്നിരുന്നത്. പിന്നീട് നേരെ പാച്ചുവലിക്കായി. ഇപ്പോൾ തോമു തുണി മടക്കി വെച്ച് ഇങ്ങനെ ഈ ഇതിൽ തുണി ഇട്ടിട്ടാണ് ഡിവൈൻ മുകളിൽ നിന്ന് കൊണ്ടുവരിക വാഷിംഗ് മെഷീനിലേക്ക്. അപ്പം ഇതിൽ തന്നെ മടക്കിയിട്ട് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അത് കിട്ടിയ ഇനത്തിന് ഒരുത്തൻ അതുമ്മ കിടന്ന് കുത്തി മറിയണം കേട്ടോ. അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നത് അങ്ങനെ ആവണോടുകൂടി ഒരൊറ്റ വീഴ്ചയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വലിയൊരു അപകടം ഉണ്ടാവുമെന്ന്. പക്ഷേ വിചാരിച്ച അത്ര പോലെ ഒന്നും ഉണ്ടായില്ല, ചെറുതായിട്ടൊന്നും ഇടിച്ചു. അപ്പോഴേക്കും അപ്പ വന്നു. അപ്പയ്ക്ക് ഒരു ചെറിയൊരു പനിയുടെ കോളുണ്ട്. അപ്പോൾ അപ്പയും മോനും പോയി കുളിച്ച് വന്ന് ഡ്രസ്സ് മാറി. അപ്പോൾ അത് തോന്നുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ഉറങ്ങുമ്പോൾ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല. അതേസമയം നല്ലോണം ബ്ലാങ്കറ്റിൽ പുതയ്ക്കുകയും വേണം. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഇതാണ് പിന്നിലേക്ക് നടക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ അവൻ അപ്പേനെ കാത്തിക്കുക. അപ്പോൾ ഡിവൈനോട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വേഗം പൊക്കോ, കാരണം ചാക്കോച്ച് 2 ആളും കൂടി എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അങ്ങനെ ഡിവൈനും ചാക്കോച്ചനും പോയി. തോമു ഇവിടെ കിടന്നുറങ്ങി. അപ്പയും തോമും കൂടി മുകളിലേക്ക് പോയി. അപ്പോൾ അതിന് ശേഷം അവനെ കൊണ്ട് കിടത്തിയതിന് ശേഷം ഞങ്ങളിത് ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ഇന്ന് മറ്റേ റുമാൽ റൊട്ടിയും മറ്റേ ഗ്രീൻ ചിക്കൻ ഇന്നലെ ഡിവൈൻ വെച്ചു എന്ന് പറഞ്ഞല്ലോ, അതുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സാലഡും. ഇതൊക്കെയാണ് നമ്മളുടെ ബേബി ബാംഗിൾസിൻ്റെ ഡിസൈൻ. നേരത്തെ ഞാനിങ്ങനെ മേശപ്പുറത്ത് കിടക്കണതല്ലേ കാണിച്ചു തന്നുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്കുള്ളതാട്ടോ. 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള മക്കൾക്കുള്ള വളകളാണ്. ഇതിൻ്റെ അളവ് എടുക്കുക എന്ന് പറഞ്ഞാൽ മെനക്കെട്ട പണിയാണ്. എന്നാലും
ഞാൻ ഒരുവിധം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ണികളുടെ വളകൾ ചോദിക്കുന്നവർക്ക് ഇത് പെൺകുട്ടികളുടെ വളകളാണ് കേട്ടോ അധികം ഉള്ളത്. ആൺകുട്ടികൾക്ക് ശരിക്കും മറ്റേ ഇടിവളയും പ്ലെയിൻ വളയും മാത്രമേ ഉള്ളൂ. പെൺകുട്ടികളുടെ കുറേ ഡിസൈൻസ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഉണ്ണികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും ഓരോ വള ഒരേ കൈമിടുക, അല്ലെങ്കിൽ ഒരു വളയും ഒരു ആനവാലിൻ്റെ വളയിടുക. അപ്പോൾ കരിമണി എപ്പോഴും കുട്ടികൾക്ക് ഇടുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വളയും ഒരു കരിമണി ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് എന്നാണ് പറയണേ, ഒരു ഉണ്ണിക്ക് അത് മതി. പിന്നെ കുഞ്ഞ് പാദസരങ്ങളായാലും എല്ലാതും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രായമായവർക്കാണ് കൂടുതലിട്ടാ. നമ്മുടെ പേരക്കുട്ടികൾ സ്വർണ്ണിട്ട് കാണണമെന്നുണ്ട്, എന്നാൽ ഇതിട്ടിട്ട് പുറത്ത് കൊണ്ടുപോകാനിട്ട് ധൈര്യമില്ല. പിന്നെ ഇപ്പോൾ കള്ളന്മാർക്കും അറിയാം ആരുടെയും മേത്ത് സ്വർണ്ണമല്ല ഉള്ളതെന്ന് വിചാരിച്ചിട്ട് കള്ളന്മാരുടെ പേടി ഇനി വേണ്ട. കള്ളന്മാരെടുക്കുന്നുള്ള പേടിയല്ല, കൊളുത്തൂരി പോകുന്നുള്ള പേടിക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ആഭരണങ്ങളാകുമ്പോൾ അതും പേടിക്കണ്ട. വെറുതെ വളരെ വില കുറവാണ്. കുട്ടികളുടെ സാധനങ്ങൾക്കൊന്നും വലിയ വിലയുമില്ല. സംഭവം പണിയും ഒക്കെ വലിയവരുടെ പണിയാണെങ്കിൽ പോലും വലിയവരുടെ വളയുടെ വില ഉണ്ടാവില്ലല്ലോ ഇതിന്. അപ്പോൾ അങ്ങനെ പലതരം വളകളാണ്. പൈപ്പിൻ്റെ വള, പൈപ്പിൻ്റെ വർക്കായിട്ടുള്ള വളകൾ, വീതിയുള്ള വള, പൂവുള്ള വള, കല്ലുള്ള വള. അപ്പോൾ കല്ല് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുണ്ണികളാണ്. എന്തെങ്കിലും കാരണവശാൽ വല്ല കൈ വായിൽ വയ്ക്കുക എന്തെങ്കിലും ചെയ്ത് കല്ലെങ്ങാനും വായിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമായ കാരണം ഞാൻ കുഞ്ഞുണ്ണികൾക്ക് ഈ കല്ലിൻ്റെ വളകൾ സംഭവം ഉണ്ടെങ്കിൽ പോലും ഞാൻ കാണിക്കില്ല, കൊടുക്കില്ല. കാരണം എനിക്കത് പേടിയാണ്. എനിക്ക് ഇവിടെ 2-3 പിള്ളേരുള്ള കാരണം എനിക്കറിയാലോ അവർക്ക് എങ്ങനെയൊക്കെയാണ് വളകൾ എങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചാലാണ് നന്നാവുക എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ചാണ് എൻ്റെ മക്കൾക്ക് എങ്ങനെയാണോ അത് നന്നാവും എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ ഇത് കൊടുക്കുക. കാരണം എല്ലാതും നമ്മുടെ മക്കൾ തന്നെയല്ലേ. അപ്പോൾ ഇതാണ് മറ്റേ തള കേട്ടോ, കമ്പിയിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ പോലത്തെ തള. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4 പാറ്റേൺ തളയുണ്ടെന്ന്. അപ്പോൾ ഈ 4 പാറ്റേണും പെൺകുട്ടികൾക്കും ഇടാം ആൺകുട്ടികൾക്കും ഇടാം. പാദസരമുണ്ട്, കുഞ്ഞു മക്കൾക്കുള്ള പാദസരമുണ്ട്, അരഞ്ഞാണുണ്ട്, മാലയുണ്ട്, ലോക്കറ്റ് ഉണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിളയാണ് കണ്ണ് പെടാണ്ടിരിക്കാനുള്ള വേറൊരു സംഭവമാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം, മുഴുവൻ പേർക്ക് അറിയില്ലെങ്കിലും ഇതിങ്ങനെ വാച്ച് പോലെ ബ്രേസ്ലെറ്റ് പോലെ. ഇത് പെൺകുട്ടികളുടെ കൈ മൈലാഞ്ചി എന്ന് പറയും, ഹാൻഡ് ചെയിൻ എന്ന് പറയും, അങ്ങനെയാണ്. ഇത് മോതിരമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഡംബൽസ്, പലതരം കമ്മലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് കിടന്നുറങ്ങി എണീറ്റ കാരണം ദിവസം വേഗം അങ്ങോട്ട് കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പറയാൻ ഇത്രയും വിശേഷമുള്ളൂ. പാറു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറു ഭയങ്കര സന്തോഷമായി, പുതിയ ജോലിയിൽ കയറി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ അടുത്ത ഒരു നല്ല വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരാം കേട്ടോ. അതുവരേക്ക് ഇന്ന് നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നാളെ ശനിയാഴ്ചയാണ്, നിത്യസഹായ മാതാവിൻ്റെ ദിവസമാണ്. അപ്പോൾ എന്നോട് കുറേ പേരായി പറയുന്നു ഓരോ ദിവസം പറഞ്ഞു തരണമെന്ന്. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.